മറ്റു വാർത്തകളിലേക്ക് വി.ഡി. സതീശിന്റെ പുതുയുഗ യാത്ര കോട്ടയത്ത് പര്യടനം തുടരുന്നതിനിടെ ഇന്ന് ജില്ലയിൽ സമുദായ നേതാക്കളെ സന്ദർശിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. പെരുന്നയിൽ എത്തി ജി സുകുമാരൻ നായരുമായും ദേവലോകം അരമനയിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായും ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. പുതുയുഗ യാത്ര പുരോഗമിക്കുകയെ സമാന്തര നീക്കം നടത്തുകയാണോ രമേശ് ചെന്നിത്തല എന്നതാണ് ഉയരുന്ന ചോദ്യം. അജിത് ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജിത്ത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ആ സമയത്ത് ആരാണ് പാർട്ടിയിലെ ശക്തൻ എന്ന ചോദ്യം ഉണ്ട്. അതേസമയത്ത് തന്നെ ആർക്കാണ് സമുദായ സംഘടനയിൽ കൂടുതൽ പ്രാധാന്യം, അതോടൊപ്പം ശക്തി ആർക്കാണ് എന്ന ചോദ്യമുണ്ട്. അതുതന്നെയാണോ രമേശ് ചെന്നിത്തലയുടെ ഉദ്ദേശം എന്ന ചോദ്യം എന്തായാലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നുണ്ട്. രുചീഷ് രവീന്ദ്രൻ, ഏതാണെങ്കിലും കോൺഗ്രസിനുള്ളിൽ വരുന്ന ദിവസങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇന്ന് കോട്ടയത്ത് നടന്നത്. പുതുയുഗ യാത്ര 2 ദിവസമായി കോട്ടയത്ത് പര്യടനം നടത്തുകയാണ്. അതിൽ നമുക്കറിയാം, വി.ഡി. സതീശൻ നേരത്തെ എടുത്ത നിലപാടുകൾ, സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ ഉൾപ്പെടെ എല്ലാം നിൽക്കുകയാണ്. ഇന്നലെ അദ്ദേഹം ജില്ലയിലെത്തി നടത്തിയ പ്രസംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ഇങ്ങനെയാണ്: ചിലർ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് പറയും, പക്ഷേ ആ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിലും അവിടെ വർഗീയത പറയരുതെന്ന് പറയാനുള്ള ധൈര്യം UDF-നുണ്ട് എന്നുള്ളതാണ് വി.ഡി. സതീശൻ ഇന്നലെ പ്രസംഗിച്ച പ്രധാനപ്പെട്ട പ്രസംഗം. എല്ലാ വേദികളിലും, സ്വീകരണം ലഭിച്ച എല്ലാ വേദികളിലും ഈ വരി അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അതിൽ നിന്ന് UDF പ്രവർത്തകരൊക്കെ ആ വരി പറഞ്ഞപ്പോൾ കൈയടിക്കുകയും ചെയ്തു. നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്, ഏത് പശ്ചാത്തലമാണ് അതിനുള്ളതെന്നെല്ലാം നമുക്കറിയാം. പക്ഷേ ആ സാഹചര്യത്തിലാണ് യാത്ര കോട്ടയത്ത് തുടരുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മിന്നൽ സന്ദർശനം പോലെ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല രാവിലെ എത്തി ഓർത്തഡോക്സ് സഭാധ്യക്ഷനെ കാണുകയും ചർച്ച നടത്തുകയും രാഷ്ട്രീയം സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം നേരെ പോയത് ജി സുകുമാരൻ നായരുടെ അടുത്തേക്കാണ്, NSSന്റെ ജനറൽ സെക്രട്ടറി. NSSന്റെ ജനറൽ സെക്രട്ടറി അതിരൂക്ഷമായ വിമർശനമാണ് വി.ഡി. സതീശനെതിരെ ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത്, ഈ കോൺഗ്രസിനുള്ളിൽ വി.ഡി. സതീശൻ മാത്രമല്ലല്ലോ, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും AK ആന്റണിയും അടക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ സതീശനെ ഇത്തരത്തിൽ പെരുപ്പിച്ച് കാണിക്കുന്നത് ചിലരാണ്, അതത്തരത്തിൽ താല്പര്യമുള്ള ചില ആളുകളാണ് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ പറഞ്ഞ NSSന്റെ ജനറൽ സെക്രട്ടറിയെ കോട്ടയത്ത് വി.ഡി. സതീശൻ പത്രസമ്മേളനം നടത്തുന്ന അതേ സമയത്ത് കാണുന്നത് യാദൃശികമാണെന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ കഴിയില്ല. ഏതാണെങ്കിലും ആ കൂടിക്കാഴ്ച അത് ഇത്തരത്തിൽ രാഷ്ട്രീയമില്ലെന്ന് രമേശ് ചെന്നിത്തല വിശദീകരിക്കുമ്പോഴും ആ കൂടിക്കാഴ്ച തന്നെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങൾ അത് കോൺഗ്രസിനുള്ളിൽ ചർച്ചയാകും. രുചിഷ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെയാണ്, ആരാണ് ഇവിടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് കോൺഗ്രസിനുള്ളിൽ തെളിയിക്കാൻ ചില അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇന്ന് രമേശ് ചെന്നിത്തല അത്തരം ഒരു അവസരം കൃത്യമായി ഉപയോഗിക്കുകയും തനിക്ക് ഇവിടെയുള്ള സ്പേസ് എന്താണെന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമാക്കിയിട്ടുണ്ട്. ജില്ലയിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ ഇത്തരത്തിൽ സംസ്ഥാന നേതാക്കളോടക്കം ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതായത് ഒരു കാരണവശാലും ഈ യാത്രയുടെ ശോഭ കെടുത്തുന്ന ഒരു നിലപാട് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ തന്നെ ചർച്ചകളൊക്കെ മറ്റൊരു നിലയ്ക്ക് പോയി. അതോടുകൂടി ഈ യാത്രയുടെ ഒരു പ്രാധാന്യം വേണ്ട നിലയ്ക്ക് ജില്ലയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വിമർശനമായി ഉയർന്നു കഴിഞ്ഞു. പാർട്ടിക്കുള്ളിൽ സംസ്ഥാന തലത്തിൽ വിമർശനം ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട രുചിഷ്. ഏതാണെങ്കിലും ഇന്നത്തെ കൂടിക്കാഴ്ച, അതിന്റെ സന്ദർഭം ഏതാണെങ്കിലും കോൺഗ്രസിനുള്ളിൽ പലതരത്തിലുള്ള ചർച്ചകൾക്കും വഴിവെക്കും എന്ന കാര്യം വ്യക്തമാണ്. ഇന്ന് NSS ഇപ്പോഴും വി.ഡി. സതീശനെതിരെ ഒറ്റതിരിഞ്ഞുള്ള വിമർശനം തുടരുകയാണ്. കോൺഗ്രസിനോട് തങ്ങൾക്ക് പ്രശ്നമില്ല, വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം, ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമായിരുന്നു, അത് ഇത്രയും വലിച്ച് നീട്ടിയത് വി.ഡി. സതീശനാണ് എന്ന് പറഞ്ഞ NSSന്റെ ജനറൽ സെക്രട്ടറിയെ വി.ഡി. സതീശന്റെ യാത്ര നയിക്കുന്ന സമയത്ത് NSS ആസ്ഥാനത്തെത്തി കണ്ട രമേശ് ചെന്നിത്തല നൽകുന്ന സന്ദേശം അത് വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതാണെങ്കിലും ഈ നേരത്തെ രുചിഷ് പറഞ്ഞ പോലെ ഈ ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ ഒരു ലെയറിനുള്ളിൽ, ആളുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലെയറിനുള്ളിലാണ് നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഇന്നത് പുറത്തേക്ക് പ്രകടമായി കണ്ട ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ ഒരു പ്രാധാന്യം കൂടി പുതുയുഗ യാത്ര കോട്ടയത്തെത്തിയപ്പോൾ അതിന് കാരണമായി, അതിന് വേദിയായി എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്.